ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പി ജെയിംസ് കൂടി ചേരുന്നു. ജെയിംസ്, ഇവിടെ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഇറാൻ അംഗീകരിക്കാവതല്ല. അവർക്ക് അവരുടെ പരമോന്നത നേതാവിന് സുരക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇറാന്റെയും IRGSന്റെയും പരാജയമാണ് എന്ന കാര്യം ഉറപ്പായും പറയാം. അവർ തിരിച്ചടിക്കും എന്ന കാര്യം ഉറപ്പാണ്. തിരിച്ചടിയുടെ വെറാസിറ്റി എത്രത്തോളം തിരിച്ചടിക്കാനുള്ള ശേഷി, എന്തായാലും അവരുടെ പ്രധാന നേതാവ് ഇല്ലാതായി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വാക്കും ചെറുതല്ല. എത്രത്തോളം ശേഷിയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യചിഹ്നമാണെങ്കിലും ആയത്തുള്ള അലി ഖമനേയിക്ക് മരണത്തിന് പ്രതികാരം തേടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പിന്തുണ പ്രഖ്യാപനങ്ങൾ IRGSന് വലിയ കരുത്തു നൽകുന്നതാണ്. ജെയിംസ്, ഹാഷ്മി, ഈ ആയത്തുള്ള അലി ഖമനി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഹാർഡ് ലൈനർ ആയിരുന്നു. പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കിയ ആളാണ്. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്ത് 37 വർഷം ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തെ മുന്നോട്ട് നയിച്ച ആളാണ്. അമേരിക്കയുടെ, ഇസ്രായേലിന്റെ, ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയ ആളാണ്. 6 തവണ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമിക വിപ്ലവം നടത്തി അധികാരം പിടിച്ച ആയത്തുള്ള റുഹേനി ഖുമൈനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ആക്രമണത്തിൽ റേഡിയോ പൊട്ടിത്തെറിച്ച് അതിലെ വലത് കൈക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരുന്നതാണ്. അപ്പം അതുകൊണ്ടൊന്നും കുലുങ്ങാതെ നിന്നൊരു നേതാവ്, 86 വയസ്സുകാരൻ, അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ തീവ്ര നിലപാടുകളുള്ള ഇറാനിലെ പ്രത്യേകിച്ച് ഇസ്ലാമിക ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതുപോലെ എതിർക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് ഒരു വാദം. പ്രത്യേകിച്ച് അവിടെ 1979 വരെ ഫാഷന്റെയും എല്ലാവിധ സ്വാതന്ത്ര്യത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ഷായുടെ ഭരണകാലത്ത് ഇറാൻ. അമേരിക്കൻ പക്ഷപാതികളായിരുന്നു. ഇറാനും ഇസ്രായേലും 1979 വരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഇസ്രായേൽ അധികാരത്തിൽ വന്നപ്പോൾ രണ്ടാമത് അല്ലെങ്കിൽ ആ രാജ്യമുണ്ടായപ്പോൾ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമായിരുന്നു ഇറാൻ. പക്ഷേ 79 ഇസ്ലാമിക വിപ്ലവത്തോടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായി ഇറാൻ തിരിയുകയായിരുന്നു. അവിടുത്തെ ആയത്തുള്ള ഖൊമേനി, റുഹാനി ഖൊമേനി, അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു വേരുകളുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം ഹാഷ്മി. പ്രത്യേകിച്ച് UPയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുത്തശ്ശൻ. 1830കളിലാണ് അവർ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്നത്. അദ്ദേഹമാണ് പരമോന്നത നേതാവായതും 1989 സാൽമൻ റഷ്ഡിക്കെതിരെ ഫത്വ, മരണ വാറന്റ് പുറപ്പെടുവിച്ചതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ആ വർഷം തന്നെ ഇറാന്റെ അന്നത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹാനി ഖുമൈനി മരണമടഞ്ഞിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട 37 വർഷം ഭരണാധികാരിയായിരുന്ന ആയത്തുള്ള അലി ഖമനായി അധികാരത്തിലെത്തുന്നത്. 37 വർഷം ഇറാൻ പോലെ സങ്കീർണമായൊരു രാജ്യത്ത് മത നേതൃത്വത്തെ, സൈന്യത്തെ, എല്ലാവരെയും ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് നയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പലതവണ ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ നടത്തിയാണ്. അതിനെ അതിജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരാളികളെ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പിന്തുണക്കാരുണ്ട്. ലോക രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ അദ്ദേഹം ഒരു ഷിയ മുസ്ലിമുകളുടെ നേതാവായിരുന്നിട്ടും സുന്നി മുസ്ലിംസിനിടയ്ക്കും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അലി ഖമനി ഇവിടെ പിൻഗാമി ആര് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല ജമ്മു കാശ്മീരിലെ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനി ഇറാന്റെ ആത്മീയ നേതാവ് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് കാശ്മീരിലും ലക്നൌവിലും ഒക്കെ ലോകമെമ്പാടുമുള്ള ഷിയ മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും പ്രതിഷേധം ഈ കൊലപാതകത്തിൽ ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.